ഹലോ ഗൈസ്. സോ പാസ്കോഡ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഐഫോൺ എങ്ങനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് iPhone 7 ആണ്. ഇതെങ്ങനെയാണ് ഡിസേബിൾഡ് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെക്രൈൻ്റെ 12.4ഉം 12.3 വേർഷനുമാണ് വേണ്ടത്. 12.3 വേർഷൻ CLI മോഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈൻഡറിൽ പോയിട്ട് ആപ്ലിക്കേഷൻസിൽ 12.3 റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ പാക്കേജ് കണ്ടന്റ് എടുത്തു. അതിൽ മാക് OSനകത്ത് ചെക്രൈൻ എന്നുള്ള ഈ ഒരു സാധനം ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു -C എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ CLI മോഡിൽ ഇവിടെ 12.3 വേർഷൻ റൺ ആയിട്ടുണ്ട് കാണാം. ഞാൻ എക്സ്ട്രാ 12.4 വേർഷനും ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്യാൻ വോളിയം മൈനസും പവർ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വോളിയം മൈനസ് മാത്രം രണ്ട് കീസും റിലീസ് ചെയ്ത് വോളിയം മൈനസ് മാത്രം പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഫോൺ റിക്കവറി മോഡിൽ കണക്റ്റ് ആവും. എന്നിട്ട് ഈ ഓപ്ഷൻസിൽ അലോ അൺടെസ്റ്റഡ് വേർഷൻ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം മൈനസും പവറും 4 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പവർ ബട്ടൺ റിലീസ് ചെയ്യുക. വോളിയം മൈനസ് മാത്രം പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ 7 അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വോളിയം പ്ലസും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വോളിയം മൈനസ് നമ്മൾ റിലീസ് ചെയ്യുന്നേ ഇല്ല. വോളിയം പ്ലസ് അതിൻ്റെ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഫോണ് ഡയഗ്നോസ്റ്റിക് മോഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ഡയഗ്നോസ്റ്റിക് മോഡിലാവുന്ന വരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം USB എറർ കോഡ് 10 ഒരു ചെക്രൈനിൽ കാണിക്കുന്നുണ്ട്. മറ്റേ CLI മോഡിൽ റൺ ചെയ്തതിൽ ഓൾ ഡൺ എന്നും കാണിക്കുന്നുണ്ട്. നേരെ തിരിച്ച് മറ്റേതിൽ എറർ -10ഉം ഇതിൽ ഓൾ ഡൺ കാണിച്ചാലും ഡയഗ്നോസ്റ്റിക് മോഡിൽ ഓക്കെ ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് മോഡിൽ കയറിയിട്ടുണ്ട്. ഇനി പാച്ചർ നമ്മൾ യൂസ് ചെയ്യുക, USB പാച്ചർ. അതിന് ഞാൻ HFZ USB ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ USB പാച്ച് അല്ലെങ്കിൽ പാച്ച് USB എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പാച്ചിൽ ക്ലിക്ക് ചെയ്യാം. ഇത് പെയ്ഡ് ടൂളാണ്. ഇതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി എൻ്റെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ട് നമ്മുടെ, അതിലോ മെസ്സേജ് ചെയ്താൽ മതി. എന്നിട്ട് എക്സിറ്റ് ഡയഗ്നോസ്റ്റിക് മോഡിൽ പ്രസ് ചെയ്തിട്ട് വോളിയം മൈനസ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഫോൺ റിക്കവറി മോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ്ലി വീണ്ടും പാസ്കോഡ് സ്റ്റേറ്റിലേക്ക് ബൂട്ട് ചെയ്യരുത്. എന്നിട്ട് ഡിവൈസ് ഒന്നുകൂടി നേരത്തെ പോലെ തന്നെ ജെയിൽ ബ്രേക്ക് ചെയ്യാം. ഇപ്പോൾ ജെയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വോളിയം പ്ലസ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വോളിയം മൈനസ് മാത്രം ഹോൾഡ് ചെയ്തിട്ട് വോളിയം മൈനസും പവർ ബട്ടണും മാത്രം ഹോൾഡ് ചെയ്തിട്ട് ജെയിൽ ബ്രേക്ക് ആക്കിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ ബൂട്ടിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തെന്ന് വിചാരിക്കണു. ഇനി നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാച്ചർ യൂസ് ചെയ്തത്. ഇനി നമ്മൾ സിസ്റ്റത്തിൽ FRP ഫയൽ AIO എന്നുള്ള ഈ ഒരു ടൂൾ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഫോൺ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തതിന് ശേഷം, ഇത് വിൻഡോസിലാണ് കേട്ടോ, നമ്മൾ ടൂളിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് frpfile.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ താഴെ കാണാം രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ സീരിയൽ നമ്പർ കോപ്പി ചെയ്തെടുത്തിട്ട് ആ ഒരു ഓപ്ഷനിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ടു രജിസ്റ്റർ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം. ഓക്കെ, എന്നിട്ട് ഈ സീരിയൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ സീരിയൽ നമ്പർ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കപ്പ് ഡാറ്റ പാസ്കോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ അതിൽ കറൻ്റ്ലി ഫോണിലുള്ള ഡാറ്റ, അതായത് ആക്ടിവേഷൻ റെക്കോർഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ബാക്കപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ വീഡിയോ കുറേ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഈ ലോഡിങ് വെയിറ്റിംഗ് ടൈം വരുന്നതൊക്കെ. അപ്പം എല്ലാവരും പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം പതുക്കെ ചെയ്താൽ മതി. കുറേ സമയം എടുക്കും, വെയിറ്റിംഗ് ടൈമൊക്കെ എടുക്കും. എന്തെങ്കിലും എറർ വരികയാണെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും കമൻസിൽ ഇടാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ട് നമ്മുടെ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ബാക്കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എറേസ് ഓൾ ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് അപ്ഡേറ്റോ അല്ലെങ്കിൽ റീസ്റ്റോറോ ചെയ്യാതെ നമുക്ക് എറേസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം iOS 15 ആണ് ഇപ്പോൾ ഉള്ളത്. 15ലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്രൈന് സപ്പോർട്ട് ചെയ്യൂല. അപ്പം നമ്മൾ എറേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എറേസ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഫോൺ ആക്ടിവേഷൻ ലോക്കിലാണുള്ളത്. ഇനി നമ്മൾ ചെക്ക് റെയിൻ വെച്ചിട്ട് ഫോൺ ഒന്നുകൂടെ ജെൽ ബ്രേക്ക് ചെയ്യണം. അതിന് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്ററിങ് റിക്കവറി മോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം റിക്കവറി മോഡിൽ ഫോൺ കണക്ട് ആയിട്ട് നമ്മൾ ജെൽ ബ്രേക്ക് ചെയ്യാൻ ചെയ്യുന്നത് സ്റ്റാർട്ട് കൊടുക്കുക, വോളിയം മൈനസ് നേരത്തെ സെയിം സ്റ്റെപ്പാണ്, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വോളിയം മൈനസും പവർ ബട്ടണും ഹോൾഡ് ചെയ്ത് പിടിക്കുക. 4 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ബട്ടൺ റിലീസ് ചെയ്യുക, വോളിയം മൈനസ് മാത്രം ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പം ജെൽ ബ്രേക്ക് എങ്ങനെയായാലും സക്സസ് ആവും. ഇനി അഥവാ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ചെക്ക് റെയിൻ വേർഷൻസ് ഒക്കെ വെച്ച് ട്രൈ ചെയ്യുക. എനിക്കിപ്പോൾ ഇവിടെ വർക്കായത് 12.3ഉം 12.4ഉം ആണ്. ഇനി 12.3 CLI മോഡിൽ റൺ ചെയ്തിട്ട് നിങ്ങളുടെ ഇത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഓൾഡർ വേർഷൻസ് വെച്ച് ട്രൈ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ആക്ടിവേഷൻ ലോക്ക് എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ആക്ടിവേഷൻ ലോക്കിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ വിൻഡോസ് സിസ്റ്റത്തിൽ ഒന്നുകൂടി കണക്ട് ചെയ്തിട്ട് FRP ഫയൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആക്ടിവേഷൻ ഡാറ്റ ഉണ്ടല്ലോ, അത് തന്നെ ഒന്നുകൂടി ഇതിൽ ഇട്ട് കൊടുക്കുക. ആക്ടിവേഷൻ ബൈപ്പാസ് ചെയ്യൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഓക്കെ, ഇനി ആക്ടിവേറ്റ് ഡിവൈസ് പാസ്കോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ബാക്കപ്പ് ഡാറ്റ പാസ്കോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ഡാറ്റ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് റൈറ്റ് ആയിക്കൊണ്ടിരിക്കും ഫോണിലേക്ക്. അങ്ങനെ നമ്മുടെ ഇത് ബൈപ്പാസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പം ഞാൻ ഇതിന് അത്യാവശ്യം സമയം എടുക്കും. ഒരു 10 മിനിറ്റൊക്കെ എങ്ങനെ ആയാലും എടുക്കും. അപ്പം ചിലത് പെട്ടെന്നാവും, ചിലത് കുറച്ച് സമയം എടുക്കും. അപ്പം വെയിറ്റ് ചെയ്യുക, എല്ലാവരും കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പം ബൈപ്പാസ് പാസ്കോഡ് സക്സസ്ഫുള്ളി റീസ്റ്റാർട്ട് ഡിവൈസ് ആൻഡ് എൻജോയ് എന്ന് കാണിക്കുന്നുണ്ട്. ദിസ് മീൻസ് നമ്മുടെ ഫോൺ ഇതായിട്ടുണ്ട്, ബൈപ്പാസ് ആയിട്ടുണ്ട്. ആക്ടിവേറ്റഡ് എന്നുള്ളിടത്ത് യെസ് കാണാം. ഇനി ജസ്റ്റ് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫോൺ ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ട്രസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ ബൈപ്പാസ് ആയിട്ടുണ്ട് ഫോണിൽ. ഇനി സിമ്മ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സിമ്മിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. VI ഈസ് ഹിയർ. ഓക്കെ, സിം എടുക്കുന്നുണ്ട്, കൂളിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ്ലി വർക്കാവും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ആകെ ഇതിന് വന്നിട്ടുള്ളത് പാച്ചർ യൂസ് ചെയ്യാനുള്ള ഒരൊറ്റ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. 6ഉം 6+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാച്ചറിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ജെൽ ബ്രേക്ക് ചെയ്ത് പാസ്കോഡ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, പുതിയൊരു കിടിലൻ ട്രിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ.